SME സെക്ടറിലുള്ള ആളുകൾക്ക് ഈ മൂന്നും കൃത്യമായി പഠിച്ച് തന്നെ ചെയ്യണം, മൂന്നും കൃത്യമായി നോക്കുക തന്നെ വേണം. ഈ കറക്റ്റ്. ലാഭവും നഷ്ടവും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇതിൽ? നമസ്കാരം. എക്സ്പെർട്ട് അഡ്വൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യുഎയിൽ ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ എപ്പോഴും ഈ ബിസിനസ് ലാഭകരമാണോ അല്ലെങ്കിൽ ബിസിനസ് നഷ്ടത്തിലാണോ, ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ പാലിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി എക്സ്പെർട്ട് അഡ്വൈസിലൂടെ പ്രേക്ഷകർക്ക് കൃത്യമായ അഡ്വൈസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മളോടൊപ്പം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഉസൈൻ അൽ ഷംസി. വെൽക്കം ടു ദ ഷോ എക്സ്പെർട്ട് അഡ്വൈസ്. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ജെയ്സണുമായി വിളിക്കാവുന്നതാണ്. സ്ക്രീനിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ബിസിനസ്സിൽ പാലിക്കേണ്ട അച്ചടക്കവും മര്യാദയും ഒക്കെ കൃത്യമായി ജെയ്സൺ പഠിപ്പിച്ച് മനസ്സിലാക്കി തരും. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ജെയ്സന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ബിസിനസ് ഉടമകൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ജെയ്സൺ നിരന്തരമായി എക്സ്പെർട്ട് അഡ്വൈസിലൂടെ സംസാരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നടത്തുന്നത്. അതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആളുകൾ സംശയം ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് ഇതെങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇതിന് നൽകാൻ കഴിയുന്ന വിഷയം? ഓക്കെ, ഇതിപ്പം കൃത്യം എല്ലാവർക്കും ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക്, അതായത് UAയിൽ ഓൾമോസ്റ്റ് ഓൾ ദ ബിസിനസ് ഒരു 80% ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ജനുവരി ടു ഡിസംബർ എന്ന ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഈ 30th സെപ്റ്റംബർ 2025 എന്ന് പറഞ്ഞ ഡേറ്റിന് മുന്നേ അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതിന് മുന്നേ ചില കമ്പനികൾ അവർക്ക് 50 million ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ഓവർ ആൻഡ് അബവ് ദാറ്റ്, ഓർ ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടും അതിന് മുന്നേ റെഡിയാക്കി ആ റിപ്പോർട്ടും അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിൽ അറ്റാച്ച് ചെയ്തതിനു ശേഷം 30th സെപ്റ്റംബറിന് മുന്നേ അത് ഫയൽ ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ചിലവർക്ക് ഫൈന് കിട്ടിയ ആൾക്കാരുണ്ടാവും, അതായത് കോർപ്പറേറ്റ് ടാക്സ് ലേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കുറെ പേരുണ്ടാവും. ആൻഡ് അവർക്ക് ഈ 10,000 ദിർഹംസിന്റെ ഫൈൻ ഉണ്ടെങ്കിൽ they will get a relief. അതായത് ഈ പറഞ്ഞ 10,000 dirhams ഒന്ന് വേവ് ഓഫ് ആയി കിട്ടും. മറിച്ചൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് പറഞ്ഞ ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വിത്തിൻ 7 months അവർ ടാക്സ് ഫയലിംഗ് ചെയ്താൽ അവർക്ക് ഈ പറഞ്ഞ 10,000 dirhamsന്റെ ഒരു റിലീഫ് കിട്ടുന്നുണ്ടാവും. സോ അവരുടെ ഫൈനാൻഷ്യൽ ഇയർ ഏതാ, ഈ പറഞ്ഞ ടൈം ലൈനും കൃത്യം ഓർത്ത് വെച്ചിട്ട് അവർ ഈ ഫയലിംഗ് ചെയ്തിരിക്കണം. അത് അത്ര കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. ഈ UAE ഗവൺമെന്റ് കോർപ്പറേറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത് മുതൽ ജെയ്സൺ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആളുകൾക്ക് എക്സ്പെർട്ട് അഡ്വൈസിലൂടെ കൃത്യമായി നൽകുന്നുണ്ട്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ ജെയ്സൺ അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ജെയ്സൺ മണ്ഡപത്തിൽ നൽകുകയും ചെയ്യുന്നതാണ്. നമ്മൾ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോയും അത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണിത്. ഒരു CA-കാരൻ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ എന്ന നിലയിൽ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ നടത്തുന്ന ആൾക്ക്? യെസ്, ഇപ്പം ഈ ഒരു കാലത്ത് എസ്പെഷ്യലി ഇപ്പം കുറേ കമ്പനിക്ക്, ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ് എന്ത് ചെയ്യും, അവർക്ക് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് മാത്രമല്ല, ചിലപ്പം മന്ത്ലി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവും, ഇന്ററിം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവും. എന്ന് പറഞ്ഞതുപോലെ അവർക്കൊരു പീരിയോഡിക് ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടുന്നുണ്ടാവാം. ബട്ട് ഒരു ഓണറിന്, ഒരു ബിസിനസ് ഓണർ ആയ നിലയിൽ അത് കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമ്മൾ എന്തായാലും തിരിച്ചറിയണം ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സെഷൻ ഇസ് ടു ഗിവ് ദിസ് അവയർനെസ്. അതായത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ അത് മറിച്ച് വേറെ ആൾക്ക് കൊടുക്കാതെ ബിസിനസ് ഓണർക്ക് തന്നെ അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിന്ന് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി സ്മോൾ മീഡിയം എന്റർപ്രൈസ് SME സെക്ടറിലുള്ള ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടുമ്പോൾ അതിൽ ആദ്യം അറിയേണ്ടത് കൃത്യമായിട്ട് 3 items ഉണ്ടാവും. മെയിൻലി 3 items വിൽ ബി ദർ. ഈ 3 items എന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, cash flow statement. Okay. അപ്പോൾ these are the 3 main components of your financial statements.
ഓക്കെ. അപ്പോൾ നമുക്കൊരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ 3 കാര്യം നമ്മൾ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യണം. ഓക്കെ. നമ്മുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 3ഉം എന്താണ് ഓരോ ഐറ്റമിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പതിയെ ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ഓറിയോ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഈ പേരിൽ തന്നെ കേൾക്കാം, ഒരു ബാലൻസ് ഷീറ്റ്. അതായത് ഒരു കമ്പനിയുടെ കിട്ടാനുള്ള ബാലൻസും കൊടുക്കാനുള്ള ബാലൻസും എന്തൊക്കെയാണെന്നൊരു പേജിലാക്കി തരുന്നതാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്. ഇറ്റ്സ് വാട്ട് യു ഓൺ ആസ് യുവർ അസറ്റ്സ് ആൻഡ് വാട്ട് യു ഓ ആസ് എ ലയബിലിറ്റി വിൽ ബി ഷോൺ ഇൻ യുവർ ബാലൻസ് ഷീറ്റ്. ഓക്കെ. അത് മാത്രമല്ലാണ്ട് ഒരു മൂന്നാമത്തെ ഐറ്റം ഉണ്ട് കോൾഡ് ഇക്വിറ്റി. അതായത് ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത്, ഈ പറഞ്ഞ റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ, ഇതിൻ്റെ ബാലൻസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 പേജ്, ഒരു ഷീറ്റ് വിത്ത് ബാലൻസസ് മെൻഷൻ, അസറ്റിൻ്റെ ബാലൻസ്, ലയബിലിറ്റിൻ്റെ ബാലൻസ്, ഈക്വിറ്റിയുടെ ബാലൻസ്. ഓക്കെ. മറിച്ച് രണ്ടാമത്തെ പോയിന്റ്, ഒരു ഏറ്റവും കൂടുതൽ കേട്ട പോയിന്റ് ആയിരിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഓരോ കമ്പനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് സമ്മറൈസ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരുമാനം കിട്ടി, ചെലവ് എത്രയായി, മിച്ചം എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആണ് റെക്കോർഡായി പോകുന്നത്. ഈ ഇൻകമും എക്സ്പെൻസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ലോസ് ആയിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം. ആൻഡ് മൂന്നാമത്തെ ഒരു പോർഷനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എല്ലാവരും ബാലൻസ് ഷീറ്റ് കേട്ടിട്ടുണ്ടാവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം കാണാം 100,000 dirhams പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ചിലപ്പം കാണുമായിരിക്കും. പക്ഷെ എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കുവാണെങ്കിൽ 10,000 dirhams കാണുള്ളൂ. അപ്പോൾ ഓണേഴ്സ് വിചാരിക്കും ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കി കാശ് എവിടെ പോയിന്ന് ചോദിക്കാമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഈ കാശ് എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് പ്രോഫിറ്റ് 100,000 ഉണ്ടെങ്കിലും ഈ 100,000 ഇന്ന് ചിലപ്പം 50,000 dirhams കസ്റ്റമറുടെ കയ്യിലായിരിക്കും. അവർ ഇതുവരെ തന്നിട്ടുണ്ടാവില്ല. ഞാൻ സെയിൽ അടിച്ചു, ഇൻകം ബുക്ക് ചെയ്തു, പക്ഷെ അവർ കാശ് ഇതുവരെ തന്നില്ല. അപ്പോൾ 50,000 dirhams അവിടെ തന്നെ ലോക്കായി. ഞാനൊരു 30,000 dirhams ഒരു പുതിയ മെഷീനറി വാങ്ങിച്ചു. മെഷീനറി വാങ്ങിക്കുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ നോട്ട് കം ദർ ബിക്കോസ് ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റിലേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി മാറ്റി. ആൻഡ് അനദർ 10,000 dirhams വേറെ ലോൺ റീപേയ്മെന്റ് കൊടുത്തു. ലോൺ റീപേയ്മെന്റും ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ 100,000 dirhams പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ 50,000-ഉം 30,000-ഉം ഒരു 10,000 ഒക്കെ മാറ്റി വെക്കുമ്പോൾ 10,000 dirhams മാത്രം എൻ്റെ ബാങ്കിൽ മിച്ചം വന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പ്രധാനമായിട്ടും 3 ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും കമ്പനി ഉടമകൾ അതിൽ ഈ നേരത്തെ തുടക്കത്തിൽ തന്നെ ജേസൺ സൂചിപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലൊരു SME സെക്ടറിലുള്ള ആളുകൾക്ക് ഈ 3ഉം കൃത്യമായി പഠിച്ച് തന്നെ ചെയ്യണം, 3ഉം കൃത്യമായി നോക്കുക തന്നെ വേണം. ഈ ലാഭവും നഷ്ടം എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇതിൽ? കറക്റ്റ്. അപ്പോൾ ലാഭം മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ലാഭത്തിൽ നിന്ന് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റും രണ്ടും ഒരുമിച്ചെടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ 3ആണെങ്കിലും 3ഉം ഒരുമിച്ചായിട്ട് തന്നെ എടുത്തിട്ട് യു വിൽ ഹാവ് ടു സീ ഇറ്റ്. അപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എത്രൻ്റെ അസറ്റ് ലയബിലിറ്റി ഒന്ന് നോക്കേണ്ടി വരേണ്ടതാണ്. അസറ്റും ലയബിലിറ്റി മാത്രമല്ല ആ കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കിയെന്ന് നോക്കണം. പ്രോഫിറ്റിൽ നിന്ന് മിച്ചം വന്ന ബാലൻസ് ക്യാഷ് എത്രയാണെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും കൂട്ടി ചേർത്ത് എനിക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ 3ആണെങ്കിലും 3ഉം ഒരുമിച്ച് പിടിച്ച് വി വിൽ ഹാവ് ടു അനലൈസ് ഇറ്റ്. 3ഉം ഒരുമിച്ച് തന്നെ വായിച്ചിരിക്കണം ബിസിനസ് ഓണേഴ്സ്. അപ്പം CA ജേസൺ സൂചിപ്പിച്ചതുപോലെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഈ 3 പ്രധാന കാര്യങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ആൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പഠിക്കുക, അത് നോക്കുക എന്നുള്ളതാണ്. നേരത്തെ ജേസൺ സൂചിപ്പിച്ചതുപോലെ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ചെറുകിട ബിസിനസ് നടത്തുന്നയാൾ ഈ ബാലൻസ് ഷീറ്റ് ഇതെങ്ങനെ നോക്കി പഠിക്കും, അല്ലെങ്കിൽ അതിലെങ്ങനെ കണ്ടെത്താൻ കഴിയും ഒരു SME സെക്ടറിലുള്ള ആളുകൾക്ക്? റൈറ്റ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രീഫ് നമ്മളിപ്പം പറഞ്ഞായിരുന്നു. പക്ഷേ അതല്ലാണ്ട് ലെറ്റ് us get into a little detail over here. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു 3 സെക്ഷൻ ഉണ്ടാവും. 3 സെക്ഷൻ ഓർ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ഐറ്റം ആണ് അസറ്റ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. അസറ്റ് എന്ന് വെച്ചാൽ വാട്ട് ദ കമ്പനി ഓൺസ് ഓർ വാട്ട് ദ ബിസിനസ് ഓൺസ്. ബിസിനസിന്റെ അസറ്റുകൾ എന്താണ് വിൽ ബി കമ്മിങ് അണ്ടർ ദിസ് അസറ്റ് സെക്ഷൻ ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ചില എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ആവാം, ഇൻവെന്ററി, ഒരു കമ്പനിയുടെ
കിട്ടാനുള്ള കാശ്, ഓക്കെ, അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കാശ് എന്താണാവോ അതാവാം, അതും അസറ്റ്സ് ആവും. അതും അസറ്റ്സ് ആവും. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്, അതായത് ഈ Okay. പറയുന്ന വെഹിക്കിൾസ്, മെഷീനറി, ഓക്കെ, ഫർണിച്ചർ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. ബിൽഡിംഗ്. ബിൽഡിങ്സ് ഉണ്ടാവും, സ്ഥലമുണ്ടെങ്കിൽ ലാൻഡ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, അതല്ലാണ്ട് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് എവിടെ നിന്നെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഓൾ ദീസ് ഐറ്റംസ് ആർ കമ്പനിക്ക് തിരിച്ച് കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് വാട്ട് ദ കമ്പനി ഓൺസ് ആൻഡ് വാട്ട് കമ്പനി വിൽ റിസീവ് ഇൻ ദ ഫ്യൂച്ചർ, ആൻ Okay. എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ദ ഫ്യൂച്ചർ. അപ്പോൾ ദോസ് ഐറ്റംസ് ആർ കമ്മിങ് അണ്ടർ മൈ അസറ്റ് സെക്ഷൻ. ഓക്കെ, സെക്കൻഡ് ഐറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റീസ്. ഇതിന്റെ നേരെ തിരിച്ച് കമ്പനിക്ക് എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്, അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സെറ്റിൽ ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ളത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലോൺ ബാലൻസ്, ചില കമ്പനീസ് ലോൺ എടുത്തിട്ടുണ്ടാവും, അപ്പോൾ ഈ ലോണ് റീപേയ്മെൻറ്റ് ചെയ്യേണ്ട, അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു ലയബിലിറ്റി ഫിഗറാണ്. ഓക്കെ, അതല്ലാണ്ട് ലൈക്ക് ഹൗ വി ഹാവ് ടു റിസീവ് ഫ്രം അവർ കസ്റ്റമേഴ്സ്, വി മേ ഹാവ് ടു പേ ബാക്ക് സപ്ലയേഴ്സ്. അപ്പോൾ സപ്ലയറിന് തിരിച്ചു കൊടുക്കുന്ന അമൗണ്ട്സ് ഉണ്ടാവില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ക്രെഡിറ്റിൽ വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു എമൗണ്ട് തന്നെ ഒരു ലയബിലിറ്റി ആയി മാറി. അക്കൗണ്ട്സ് പേബിൾ, അക്കൗണ്ട്സ് പേബിൾ ഓർ ട്രേഡ് പേബിൾസ് എന്ന് പറഞ്ഞ് വിൽ ബി റെക്കോർഡിംഗ് ഇറ്റ് ഔട്ട് ഓവർ. ലോൺ മാത്രമല്ല പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഇതിൽ വരാം. പർച്ചേസ് ചെയ്ത് അങ്ങനത്തെ. ആൻഡ് ദെൻ ഇതല്ലാണ്ട് ബാക്കി ഏതെങ്കിലും ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേർ ദ കമ്പനി ഓസ് സമ്മൺ എൽസ്, ഓക്കെ, അതെല്ലാം നമ്മുടെ ലയബിലിറ്റി സെക്ഷനിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കും. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സെക്ഷൻ, അപ്പോൾ എല്ലാവരും അസറ്റും ലയബിലിറ്റി കേട്ടിട്ടുണ്ടാവും കൂടുതൽ, അതെ, പക്ഷേ ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താന്ന് ചിലപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഈ അസറ്റും ലയബിലിറ്റിയുടെ ഡിഫറൻസ്. ഓ, ഓക്കെ, അസറ്റ് മൈനസ് ലയബിലിറ്റി കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ഇക്വിറ്റിയാണ്. ഈ ഇക്വിറ്റിയിൽ വരുന്നത് ബേസിക്കലി നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഓണർ ഇട്ട ഫണ്ട്സ് ആയിരിക്കാം, പുള്ളിയുടെ കറണ്ട് അക്കൗണ്ട് ഫണ്ട്സ് ആയിരിക്കാം. അതല്ലാണ്ട് മെയിൻ പോയിന്റ് ഇസ് ഒരു കമ്പനിയുടെ റീറ്റൈൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ്. ഓക്കെ, അതായത് ഇത്രയും നാൾ ഓടിച്ച ഒരു പ്രോഫിറ്റ് ബാലൻസ് കൊണ്ടുവന്നിട്ടുണ്ടാവല്ലോ, ഓക്കെ, അത് ആ ഒരു കമ്പനിയുടെ ഒരു നെറ്റ്വർത്തിന്റെ ഭാഗമായി മാറി, ആ കമ്പനിയുടെ ഇക്വിറ്റി ആയിട്ട് മാറി. അപ്പോൾ പറയുന്ന റീറ്റൈൻഡ് ഏർണിംഗ് ബാലൻസ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് ബാലൻസ് വിൽ ബി കമ്മിങ് അണ്ടർ ഇക്വിറ്റി. ഓക്കെ. അപ്പോൾ അസറ്റുകളുണ്ട്, അതായത് നമുക്ക് കിട്ടാനുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഐറ്റംസ്. ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ളത് ഐറ്റംസ്, നമുക്ക് ഫ്യൂച്ചറിലോട്ട് ഒരു ഔട്ട്ഫ്ലോ വരാൻ പോകുന്ന ഐറ്റംസ്. ആൻഡ് ഇത് രണ്ടും അല്ലാണ്ട് ഇക്വിറ്റി, ഈ കമ്പനിയുടെ നെറ്റ്വർത്ത്, അതായത് ഓണറിന് ഉള്ള എമൗണ്ട് എന്തായിരിക്കും. ഓക്കെ, ഈ കമ്പനി നാളെ ഞാൻ വിൽക്കുവാണെന്നുണ്ടെങ്കിൽ ബുക്ക് പ്രകാരം ഈ കമ്പനിക്ക് എത്ര തിരിച്ച് കിട്ടാം, ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഒരു നെറ്റ്വർത്ത് പൊസിഷൻ. ഓക്കെ. അപ്പോൾ പറയുന്ന ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ 3 സെക്ഷൻ ഉണ്ട്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. ഇതിന്റെ എക്സാമ്പിളും വി ജസ്റ്റ് ക്വിക്ലി റാൻ ത്രൂ ഇറ്റ്. അപ്പോൾ റിസീവബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ അസറ്റായി, പേബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ ലയബിലിറ്റി ആയി. ഈ പറഞ്ഞ റീറ്റൈൻഡ് ഏർണിംഗ് ബാലൻസ്, റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് വെച്ചാൽ ഇത്ര നാളും ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, ഓണറിനുള്ളതാണ്. ഓണറിന് കൊടുക്കാനുള്ള ഐറ്റം വിൽ ബി പാർട്ട് ഓഫ് ദി നെറ്റ്വർത്ത് ഓവർ ദർ. അപ്പം അത് ഇക്വിറ്റി സൈഡിലോട്ടൊന്ന് നീങ്ങും. ഇതിന് ചില എക്സാമ്പിൾസും കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ തോന്നല്ലേ? ഷുവർ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ട്രേഡിംഗ് കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ട്രേഡിംഗ് കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സാധനം വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ബൾക്കിന് സാധനം വാങ്ങിച്ച് എൻ്റെ വെയർ ഹൗസിൽ വെച്ചു. അപ്പോൾ എൻ്റെ വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനം, ഈ സ്റ്റോക്ക് എൻ്റെ അസറ്റാണ്. കാരണം നാളെ ഞാൻ ഇത് വിറ്റാൽ എനിക്ക് കാശ് ഇങ്ങോട്ടേക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് ആൻ അസറ്റ് ഫോർ മീ. എൻ്റെ ഒരു ഐറ്റമാണ് അത്. അതല്ലാണ്ട് ഇപ്പം ഈ ട്രേഡിംഗ് കമ്പനിയുടെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഈ ബാങ്ക് ബാലൻസ് ആർക്കുള്ളതാ, കമ്പനിക്കുള്ള ബാങ്ക് ബാലൻസ്. അപ്പോൾ ദാറ്റ് അഗെയിൻ ഇസ് ആൻ അസറ്റ്. ഇതല്ലാണ്ട് ഞാനിപ്പം ഒരു ഐറ്റം കസ്റ്റമറിന് വിറ്റു, കസ്റ്റമർ ഇതുവരെ എനിക്ക് കാശ് തന്നില്ല. അപ്പോൾ കിട്ടാനുള്ള കാശ് ഉണ്ടല്ലോ, ആ കിട്ടാനുള്ള കാശ് ഇസ് മൈ അസറ്റ് അഗൈൻ. അപ്പോൾ അതും എൻ്റെ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റം തന്നെയാണ്. മറിച്ച് ലയബിലിറ്റി സൈഡ് നോക്കുവാണെങ്കിൽ, ഞാൻ ഈ ഐറ്റം വാങ്ങിച്ചപ്പോൾ അവർക്ക് കാശ് കൊടുത്തില്ല, ഞാൻ പറഞ്ഞു എൻ്റെ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് കാശ് കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലയബിലിറ്റി ആയി. എനിക്ക് നാളെ കാശ് കിട്ടിയാൽ പുള്ളിക്ക് അത് തിരിച്ചു കൊടുക്കണം. സോ ദാറ്റ് ഈസ് എ ലയബിലിറ്റി ഓവർ ദർ. മറിച്ച് ഞാനൊരു ബാങ്ക് ലോൺ എടുത്തു അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു, അപ്പോൾ ഈ ലോൺ എനിക്ക് തിരിച്ചടിക്കാനുള്ളൊരു എമൗണ്ട് ആണ്, എനിക്ക് ഔട്ട്ഫ്ലോ വരാൻ പോകുന്ന സാധനം. അപ്പോൾ അതൊരു ബാധ്യത, ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഫോർ മീ. ആൻഡ് ഇതല്ലാണ്ട് ഈ 2 ഐറ്റമിൻ്റെ ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ എൻ്റെ അസറ്റിൻ്റെ ടോട്ടൽ, എൻ്റെ അസറ്റ് ലൈക്ക് ബാങ്ക് ബാലൻസും സ്റ്റോക്കും കിട്ടാനുള്ള കാശും എല്ലാം കൂട്ടി നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 100,000 ഉണ്ടെന്ന് വിചാരിക്കുക. കൊടുക്കാനുള്ള കാശ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 80,000 ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലോണും
ബാക്കി ട്രേഡ് പേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു 80,000 ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ടിൻ്റെ ഡിഫറൻസ് 20,000 വിൽ ബി ദ നെറ്റ് വർത്ത്. അതായത് നാളെ നിങ്ങൾ ഈ ഒരു കമ്പനി വിൽക്കുവാണെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ഫണ്ടും കൊടുക്കാനുള്ള ഫണ്ടും മൈനസ് ചെയ്ത് എത്രയാണോ മിച്ചമുള്ളത്, ഈ പറഞ്ഞ 20,000 അതായിരിക്കും ചുരുക്കി പറഞ്ഞ ആ ഒരു എമൗണ്ട് ആണ് എൻ്റെ ഇക്വിറ്റി ബാലൻസ് ഷീറ്റ് പ്രകാരം. ലാഭം എന്ന് പറയുന്നത് അതായിരിക്കും. ലാഭം എന്ന് പറയാൻ പറ്റില്ല. ഇത്ര നാളും കൂടി വന്ന ലാഭവും അസറ്റും ലയബിലിറ്റി എല്ലാം കൂട്ടിക്കുഴച്ച് മിച്ചം വരുന്ന ഒരു ഫിഗറാണ് ഈ ഇക്വിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത്. ഇതിലിപ്പം ഒരു SME എന്ന് മാത്രമുള്ള ഒരു സെക്ടറിലല്ല, അതിനപ്പുറത്തേക്കും ഈ ഒരു ഇത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്? വെറും SMEക്ക് മാത്രമല്ല, ചെറിയ കമ്പനി ടു ദ ലാർജസ്റ്റ് ഓഫ് ദ ബിഗസ്റ്റ് കമ്പനീസ്, ദ കോൺസെപ്റ്റ് ഇസ് ദ സെയിം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 പോയിന്റ് പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരിക്കണം പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? യെസ്, അപ്പോൾ ഒരുവിധം ഒരു ഐഡിയ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഒരു ബാലൻസ് ഷീറ്റിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഐഡിയ കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് തിങ് ദാറ്റ് ദേ ഹാവ് ടു ഡു ഇസ്, ഈ ബാലൻസ് ഷീറ്റ് കിട്ടുമ്പോൾ there are certain things that you have to see. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലയബിലിറ്റീസ് എത്രയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ ഈ പറഞ്ഞ ലോണും ട്രേഡ് പേബിൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്കൊരു 80,000 അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്. 80,000 കൊടുക്കാനുണ്ട്, കിട്ടാനുള്ളത് 100,000. അപ്പോൾ ചെറിയൊരു സേഫ്റ്റി മാർജിൻ എനിക്ക് അവിടെ വരുന്നുണ്ട്. മറിച്ച് ചില കേസസ് ആവും എൻ്റെ ലയബിലിറ്റി ഈ പറഞ്ഞ 100,000 ആവും, അസറ്റ് 80,000 മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലയബിലിറ്റി കൂടി കൂടി വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഈ കൊല്ലം പ്രീവിയസ് കൊല്ലം ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലയബിലിറ്റി കൂടി വരുവാണോ, എൻ്റെ അസറ്റ് കുറഞ്ഞു വരുവാണോ എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അസറ്റ് നമുക്കുണ്ട്, അതായത് കിട്ടാനുള്ള ഫണ്ട്. പക്ഷെ കിട്ടാനുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആസ്വദിക്കാനും പാടില്ല. കിട്ടാനുള്ള ഫണ്ടിൽ ഒന്ന് കയറി ഇറങ്ങിയിട്ട് നമുക്ക് നോക്കണം, ഇത് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് കിട്ടുമോ, കുറെ കഴിഞ്ഞിട്ടേ കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടുന്നത് ഒരു ഡൗട്ട് ആണോ എന്നും നോക്കണം. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ഈ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ വെറുതെ വെച്ചിട്ടൊരു കാര്യമില്ല. അതെനിക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം. വിൽക്കാൻ പറ്റുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഹെൽത്തി സൈൻ. പക്ഷെ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന ഐറ്റം, കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ വിറ്റ് പോവാത്ത കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അൺഹെൽത്തി അസറ്റായി മാറി. അപ്പോൾ അസറ്റ് ഉണ്ടെങ്കിലും ബാലൻസ് ഷീറ്റിൽ ഒരു ഐറ്റം ഉണ്ടെങ്കിലും അതിനൊരു വില ഇല്ലാണ്ടാവുന്നുണ്ട് ഇവിടെ. അപ്പോൾ അസറ്റിൻ്റെ ഒരു ഹെൽത്തും നിങ്ങളൊന്ന് കയറി നോക്കണം. അതുമാത്രമല്ല, മൂന്നാമത്തെ പോയിന്റ് ഈ പറഞ്ഞ നെറ്റ് വർത്ത്. ദ ഗോൾ ഓഫ് ദ കമ്പനി ഓർ ദി ഓണർ ഇസ്, നമ്മുടെ ഈ കമ്പനിയുടെ നെറ്റ് വർത്ത് കൂടുമ്പോഴാണ് ഈ ഓണറിനൊരു ബെനിഫിറ്റ് വരുന്നത്. യെസ്, അപ്പോൾ ആ ഇക്വിറ്റി നമ്മൾ കൂട്ടുവാണോ, ഇയർ ഓൺ ഇയർ അതിൻ്റെ മൂവ്മെന്റ് എങ്ങനെ, അപ്വേർഡ് ആണോ പോകുന്നത്, ഡൗൺവേർഡ് ആണോ പോകുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം. ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ there is a big issue which has to be solved. എന്തായാലും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അല്ലേ നമ്മൾ അതിനെപ്പറ്റിയുള്ള ബ്രീഫിംഗ് കൃത്യമായി നടത്തി പ്രേക്ഷകർക്കൊക്കെ ആ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു SME സെക്ടറിൽ എന്ന് മാത്രമല്ല, അത് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ബിസിനസ് തന്നെയാണെങ്കിലും അത് ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതെങ്ങനെ പ്രോപ്പറായി ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശങ്ങളാണ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടത്. പ്രേക്ഷകർക്കൊക്കെ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടുത്ത പോയിന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അത് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഓഫ് കോഴ്സ്, ഇതുവരെ ബാലൻസ് മാത്രം പറഞ്ഞു. ഇപ്പം ഒരു കമ്പനിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ്, വരുമാനവും ചെലവും എങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു P&L, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് 2 ഐറ്റംസ് അത് ഈ പറയുന്ന ഇൻകം, എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ഇൻകം ബുക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും ഓൾറെഡി നോക്കുന്നുണ്ടാവും. സെയിൽ എത്രയാണ് വരുന്നത്, പർച്ചേസ് അല്ലെങ്കിൽ എക്സ്പെൻസ് എത്ര, ചെലവ് എത്ര പോകുന്നതെന്നെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും അത് മാത്രം നോക്കാതെ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ലിറ്റിൽ ഡീപ്പർ. അത് നമുക്ക് ഈ പറയുന്ന സെയില് പ്രോപ്പറായിട്ട് നമ്മൾ സെയിൽസ് ബുക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ എല്ലാ ഓണറിനും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അതായത് ഒരു കൊല്ലത്തിൽ നമ്മൾ ഇത്രയും ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വൽ എത്ര നടന്നു എന്ന് നോക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം, കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷനെക്കാട്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയെന്നൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് എക്സ്പെൻസസ് ഓഫ് കോഴ്സ്. അപ്പോൾ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഓടി നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചെലവ് വരുന്നത്. അപ്പോൾ സാധനം വാങ്ങിക്കുന്ന കോസ്റ്റ് ആവാം, നമ്മുടെ സാലറീസ് കൊടുക്കുന്ന കോസ്റ്റ് ആവും, റെന്റ് കൊടുക്കുന്ന കോസ്റ്റ് ആവും, ലൈസൻസ് ഒക്കെ പുതുക്കുന്ന കോസ്റ്റ് ആവും. അപ്പോൾ എക്സ്പെൻസിന്റെ ഒരു ലിസ്റ്റ് നോക്കുവാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ കൊല്ലം ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻകം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, സെയിൽ കൂടി എന്ന് പറയാം, പക്ഷെ എക്സ്പെൻസും അതൊക്കെ മേൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു ലോസിലോട്ട് തന്നെ പോവില്ല. അപ്പോൾ എക്സ്പെൻസും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. പ്രീവിയസ് ഇയർ ആയിട്ട് ഒരു വേരിയൻസ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് ഏത് എക്സ്പെൻസാണ് കൂടുന്നത്, എന്തുകൊണ്ടാണ് കൂടുന്നുണ്ട്, എന്തെങ്കിലും കുറഞ്ഞത് എന്ത് കാരണമാണ്,
ഓക്കെ. ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ് നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ഉപയോഗിക്കണം. ഓക്കെ. ആൻഡ് നൗ ഇൻകം മൈനസ് എക്സ്പെൻസ് രണ്ടിൻ്റെയും മിച്ചം വരുന്ന ഒരു ഐറ്റമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം ലോസായി മാറി, ഓക്കെ, ഇൻകം കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റായി മാറി അവിടെ. ഓക്കെ. ഓക്കെ. ഇതിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇപ്പം റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ഇത് എങ്ങനെ നോക്കാൻ കഴിയും ഒരു ബിസിനസ്, ഒരു SME സെക്ടർ? അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സെയിലും പർച്ചേസും മാത്രമല്ല, പക്ഷേ എക്സ്പെൻസ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരം എക്സ്പെൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശല്ലായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറേ മെഷീനറി ഉണ്ട്. ഈ മെഷീനറി ഓടിക്കുമ്പോൾ അതിൻ്റെ തേയ്മാനം വരുന്നത് ബുക്ക് ചെയ്ത് വെക്കണം, അതൊരു എക്സ്പെൻസ് ആണ്. ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു വണ്ടി ഉണ്ടെങ്കിൽ, ആ വണ്ടി നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയുസ് കുറഞ്ഞു വരിക. അപ്പോൾ അതും ഒരു എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിന് പറയുന്ന ഈ ഒഡീസെ നോൺ ക്യാഷ് എക്സ്പെൻസസ് കുറേ ഐറ്റംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹിഡൻ കോസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ ഡെപ്രിസിയേഷൻ ആണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പോൾ ഡെപ്രിസിയേഷൻ കൃത്യമായിട്ട് ബുക്ക് ചെയ്യണം. എല്ലാ കൊല്ലം സ്റ്റാഫിനായുള്ള പ്രൊവിഷൻസ് ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് പോക്കറ്റിൽ നിന്ന് പോയ കാശല്ലായിരിക്കാം, ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു അക്കൗണ്ട് ഫോർ ഇറ്റ്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ട്. അത് എക്സ്പെൻസ് ആക്കി ബുക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസസും കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബിസിനസ്സിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡറി തിങ് ഇസ്, ഈ പറഞ്ഞ പ്രോഫിറ്റ് ലെവൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു P&L കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യം ഒരു മാർജിൻ അനാലിസിസ് അല്ലെങ്കിൽ ഒരു റേഷ്യോ അനാലിസിസ് ചെയ്യേണ്ടതാണ്. അതായത് കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ യുവർ സെയിൽസ് വിൽ ഗിവ് യുവർ പ്രോഫിറ്റ് റേഷ്യോ. അത് ഗ്രോസ് പ്രോഫിറ്റ് ആവും, നെറ്റ് പ്രോഫിറ്റ് ആവും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ പറയുന്ന റേഷ്യോ കൂടുവാണോ കുറയുവാണോ എന്ന്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതായത് നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് പറഞ്ഞു, കൃത്യമായി പ്രേക്ഷകരിലേക്ക് ബാലൻസ് ഷീറ്റ് ജെയ്സൺ എത്തിച്ചു. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഘട്ടം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ? യെസ്, മൂന്നാമത്തെ പോയിന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ ബാക്കി. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒന്ന് പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസും ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാവർക്കും കൂടുതൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. മറിച്ച് ക്യാഷ് ഫ്ലോ സൈഡിലോട്ട് നീങ്ങുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത്. ഈ ക്യാഷ് ഫ്ലോ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആളുകൾ കൃത്യമായി നോക്കുന്നില്ല എന്നുള്ളതും ഡെഫിനറ്റ്ലി. അപ്പോൾ എല്ലാവരും ലൈക്ക് അറിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അവർ ബാലൻസ് ഷീറ്റും P&L നോക്കിയിട്ട് അവിടെ നിർത്തും. പക്ഷെ അതല്ല, അവർ മൂന്നാമത്തെ കാര്യം നോക്കണം, ഈ പറയുന്ന ക്യാഷ് ഫ്ലോയും നോക്കണം. അപ്പോൾ എനിക്ക് 1 മില്യൺ ദിർഹംസ് പ്രോഫിറ്റ് എന്ന് കാണിച്ചിട്ടും ഒരു കാര്യമില്ല. എൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പോകണം, ഈ കമ്പനിക്ക് കാശ് ആക്ച്വലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ 1 മില്യൺ ദിർഹംസിന് ചിലപ്പം 10,000 ദിർഹംസ് ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ എഫർട്ടിയോ ഒരു ലീക്കേജ് ഉണ്ട്. ലീക്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ റീസണും ആവാം. അപ്പോൾ ആ റീസൺ എന്താന്ന് കൃത്യമായിട്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് 3 ഐറ്റംസ് ഉള്ളതുപോലെ ക്യാഷ് ഫ്ലോയിലോട്ട് നീങ്ങുമ്പോൾ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 സെക്ഷൻ എന്ന് വെച്ചാൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് 3 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സേ പ്രോഫിറ്റ് 100,000 ദിർഹംസ് ഉണ്ടായിരുന്നു. അപ്പോൾ 100,000 ദിർഹംസ് വെച്ച് ഞാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഓപ്പറേഷൻസിൽ ഞാൻ സെയിൽ നടത്തി. പക്ഷെ സെയിൽ നടത്തിയിട്ട് കാര്യമില്ല, എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 50,000 ദിർഹംസ് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഈ 100,000 നിന്ന് ഞാൻ ഈ 50,000 ഒന്ന് മൈനസ് ചെയ്തു, മിച്ചം വരുന്നത് 50,000. അപ്പോൾ എൻ്റെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ 50,000 ദിർഹംസ് കിട്ടി ഫ്രം ഓപ്പറേറ്റിംഗ്. നൗ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, തുടക്കം പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ 30,000 ദിർഹംസ് ഒരു അസറ്റ് വാങ്ങിച്ചു. അപ്പോൾ 30,000 ദിർഹംസിന് ഒരു അസറ്റ് വാങ്ങിച്ചപ്പോൾ എൻ്റെ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്തായി? 30,000 ദിർഹംസ് നെഗറ്റീവ്. അതായത് എനിക്ക് 100,000 ഉണ്ടായിരുന്നു, 50,000 കസ്റ്റമർ തന്നില്ല, 50,000 ആണ് മിച്ചം വന്നത് ഓപ്പറേഷൻസ് ചെയ്യുന്ന. ഓപ്പറേഷൻസ് ചെയ്യുന്ന ഈ 50,000 ഓപ്പറേഷൻസ് ചെയ്യുന്ന 30,000 ഞാൻ എന്ത് ചെയ്തു? ഒരു അസറ്റ് വാങ്ങിച്ചു. ഇപ്പം മിച്ചം വരുന്നത് 20,000 ബാക്കി. ഈ 20,000 എന്ത് ചെയ്തു? ഞാൻ ഒരു ഫൈനാൻസിങ് ആക്ടിവിറ്റി ചെയ്തു. അതായത് ഞാൻ പണ്ടെടുത്ത ലോൺ, അത് 10,000 ദിർഹംസ് ഞാൻ തിരിച്ച് റീപേ ചെയ്തു. അത് ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലോട്ട് മാറി. അപ്പോൾ ഫൈനാൻസിങ്ങിൽ ഞാൻ പേയ്മെന്റ് ചെയ്തു, അപ്പോൾ നെഗറ്റീവായി അവിടെ. അപ്പോൾ ആ മിച്ചമുള്ള 20,000 നിന്ന് 10,000 ഞാൻ തിരിച്ച് റീപേയ്മെന്റും ചെയ്തു. ഇപ്പം ഫൈനൽ എന്താ എൻ്റെ കയ്യിൽ? 10,000 ദിർഹംസ്. അപ്പോൾ പ്രോഫിറ്റ് 100,000 ദിർഹംസ് ഉണ്ടെങ്കിലും ഇന്ന ഐറ്റം സെഗ്മെന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ
മിച്ചമുള്ള ലാഭം കാശ് എനിക്ക് ചെറുതായിരിക്കും. 10,000 ദിർഹംസ്. ഓക്കെ. ലാഭം 100,000 തന്നെ, അതെ. ബാലൻസ് എത്ര, കയ്യിലുള്ള എമൗണ്ട് എത്ര, ഓക്കെ, 10,000 ഉള്ളൂ വരുന്നത് ബാക്കി. അപ്പോൾ കൃത്യം എല്ലാ ബിസിനസ് ഓണേഴ്സ് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ബിസിനസ് ഡിസിഷൻസും എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരുടെ ഓപ്പറേഷൻസിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നുണ്ടോ കൊടുക്കുവാണോ, ഓക്കെ, അവരുടെ ഫൈനാൻസിങ്ങിൽ കിട്ടുന്നുണ്ടോ കൊടുക്കുവാണോ, ഓക്കെ. ഇൻവെസ്റ്റിങ്ങിൽ അവർ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേ ചെയ്യുന്നില്ല എന്നോ ഇല്ല. അറിയാം. അപ്പോൾ ഈ 3 സെഗ്മെന്റിൽ ഓരോ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയാം ഇത് നോക്കിയാൽ. ഓക്കെ. ഈ മൂന്നും ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു ബിസിനസ്സിൽ? യെസ്, ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ ബാലൻസ് ഷീറ്റിൽ 50,000 ദിർഹംസ് റിസീവബിൾസ് ഉണ്ട് ഉണ്ട്. കിട്ടാനുള്ള ഫിഗർ. പക്ഷെ അത് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഐറ്റമായി, കാരണം എനിക്ക് ആ കാശ് കിട്ടിയില്ല ഇതുവരെ. അതെ. പക്ഷേ ഈ 50,000ന്റെ സെയിൽ P&L വന്നിട്ടുണ്ട്, ഓക്കെ, കാരണം ഞാൻ ഇൻകം ആയിട്ട് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു 50,000 ദിർഹംസ് ഇൻവോയ്സ് അടിച്ചു, P&L കയറി. ഓക്കെ, പക്ഷെ കാശ് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് ആയിട്ട് കിടന്നു. ഓക്കെ. പക്ഷെ അസറ്റ് ആയിട്ട് ബുക്ക് ചെയ്തതിന് കാരണം എൻ്റെ ക്യാഷ് ഫ്ലോയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി. ഓക്കെ. അപ്പോൾ ഒറ്റൊരു ട്രാൻസാക്ഷൻ 3 എടുത്തും പോയി ഹിറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. ഓക്കെ, ഓക്കെ. അപ്പോൾ 3ഉം ഒരുമിച്ച് തന്നെ എടുത്തിട്ട് യു വിൽ ഹാവ് ടു അനലൈസ് ഇറ്റ്. ഒക്കെ നമ്മൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ SME സെക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ചെറുകിട ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഷുവർ. ഇപ്പം ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ വി ഹാവ് ടു മേക്ക് ഷുവർ വി ഗെറ്റ് ദിസ് ഓൺ എ റെഗുലർ പീരിയഡ്. ഓക്കെ, അതായത് എല്ലാ മാസം, എല്ലാ ക്വാർട്ടർ, ഓക്കെ. ഒരു ഹാഫ് ഇയർലി ആകുമ്പോഴത്തേക്കും ആൻഡ് മാൻഡേറ്ററിലി എല്ലാ കൊല്ലം കൂടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ട്സ് ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഓക്കെ, ആൻഡ് ദെൻ ഇവരിത് ഇരുന്ന് അനലൈസ് ചെയ്ത് പ്രോപ്പർ ബിസിനസ് ഡിസിഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ സിമ്പിൾ റിപ്പോർട്ട്സ് ആണ് വലിയ വലിയ ബിസിനസ് ഡിസിഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇമ്പാക്റ്റ് നല്ല രീതി ഉണ്ട്. അപ്പോൾ ടേക്ക് യുവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് മേക്ക് ഷുവർ യു റീഡ് ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ് എന്നായിരിക്കും എൻ്റെ ഒരു അഡ്വൈസ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ. ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെ അവലോകനം നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം അല്ലേ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാലൻസ് ഷീറ്റ്, അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏറ്റവും ഒടുവിൽ ക്യാഷ് ഫ്ലോ. ഈ 3 കാര്യങ്ങൾ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ അതിനെ കൃത്യമായി അവലോകനം ചെയ്ത് ക്യാഷ് വരുന്നുണ്ടെങ്കിലും അത് പോകുന്ന വഴിയും കൃത്യമായി കണ്ടെത്തിയിരിക്കണം. ഒപ്പം ലാസ്റ്റ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കണം. അത്തരത്തിൽ ഒരു ഫുൾ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. ബിസിനസ് നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട രീതിയിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഒരു SME സെക്ടറിലുള്ള SME സെക്ടറിൽ മാത്രമല്ല ബിസിനസ് നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് CJS മണ്ഡപത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് എക്സ്പെർട്ട് അഡ്വൈസിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം അതിഥി പങ്കെടുക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയും ചെയ്ത CJS മണ്ഡപത്തിലാണ് ഫ്രം ഹുസൈൻ അൽ ഷംസി. എക്സ്പെർട്ട് അഡ്വൈസിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് പുതിയ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.